ക്രോഷേ ബാഗ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു റിങ് ഉണ്ടാക്കുക. റിങ് ഉണ്ടാക്കിയിട്ട് മാജിക് റിങ്ങാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ചെയിൻസ് ഉണ്ടാക്കുക. നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ലെങ്ത്ത് ഇടുക. അത്രയും ചെയിൻസ് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് ആ ലെങ്ത്ത് എത്തിയതിന് ശേഷം, അതായത് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ഇതിപ്പോൾ ഞാൻ കളറിലെ യാണിൽ ചെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയിൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ചെയിൻ കഴിഞ്ഞിട്ട് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കാണിക്കുന്നത്. ഇതിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ റെഡും വൈറ്റും യാണിൽ ചെയ്ത ബാഗിൻ്റെ ആ ഒരു സ്ട്രാപ്പ് കാണിച്ചു തരാം. അപ്പോൾ ചെയിൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണിക്കുന്നത് സിംഗിൾ ക്രോഷയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു സിംഗിൾ ക്രോഷയും ഡബിൾ ക്രോഷയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, സ്ലിപ്പ് സ്റ്റിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ബാഗുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ടൈപ്പ് സ്റ്റിച്ചസ് ഉണ്ട്. അതിൽ നമുക്ക് വളരെ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, സ്ലിപ്പ് സ്റ്റിച്ച്, ക്ലോസ് ചെയ്യുന്നത്, ചെയിൻസ്, ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു ബാഗ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ഗ്രീൻ യാണിൽ ചെയ്തിട്ടുള്ള ഒരു റെക്റ്റാങ്കിളാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കുഞ്ഞ് ഹാൻഡ് ബാഗ് ഉണ്ടാക്കുന്നത്. ഇതാണിപ്പോൾ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോംബോയിൽ ഉണ്ടാക്കിയ ഒരു റെക്റ്റാങ്കിൾ പീസ്. ഇതിനിങ്ങനെ കവർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും, ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ടൈപ്പിലുള്ള ഒരു ബാഗ് പോലത്തെ കിട്ടും. ഇനി നമ്മൾ സ്ട്രാപ്പ് മേക്കിംഗ് ആണ് നോക്കുന്നത്. അതും ഇതുപോലെ തന്നെയാണ്. ആദ്യം ചെയിൻസ് ഉണ്ടാക്കുക, പിന്നെ സിംഗിൾ ക്രോഷയിൽ ക്ലോസ് ചെയ്യുക ഫുൾ ലെങ്ത്തിന്. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷയാണ്. ഈ ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത് ഈ യാണിനകത്തൂടെ ഇടുന്നു. എന്നിട്ട് നമ്മൾ മൂന്ന് ലൂപ്പ് വരും. അതിൽ 2 ലൂപ്പ് ആദ്യം എടുക്കുക, എന്നിട്ട് ഒരു ലൂപ്പ്, അത് ഒരു ലൂപ്പാവും. പിന്നെ അഡീഷണൽ ഒരു ലൂപ്പും കൂടെ എടുത്തിട്ട് 2 ലൂപ്പ്. അതേ സിംഗിൾ ക്രോഷയുടെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം. ആവശ്യമുള്ളവർ അതിൽ ചെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിങ്ങനെ ഫുൾ ലെങ്ത്തിനും ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു സ്ട്രാപ്പായിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ യാണിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒരു ബാഗിൻ്റെ ലുക്ക് കിട്ടുന്നത്. വളരെ കട്ടി കുറഞ്ഞ യാണാണെങ്കിൽ നമ്മുടെ ബാഗ് ഒരു അയഞ്ഞ് കിടക്കുന്ന പോലെ തോന്നും. അതായത് നല്ല കട്ടിയുള്ള ഒരു മീഡിയം ടൈപ്പിലെ യാണാണ്. അതുകൊണ്ട് ഡബിൾ ക്രോഷയൊക്കെ ചെയ്യുമ്പോൾ ഒരു ലെങ്ത്ത് നല്ല വലിയ ലെങ്ത്തായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വലിയ ബാഗായിട്ട് തോന്നും. പിന്നെ ഇതിപ്പോൾ നമ്മൾ യാൺ ചേഞ്ച് ചെയ്യുന്നതാണ് റെഡിൽ നിന്നും വൈറ്റിലോട്ട്. വൈറ്റ് യാൺ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റെഡും വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ആദ്യം ഒരു സിംഗിൾ ക്രോഷ ചെയ്തെടുക്കുക. ഫുൾ യാണും ഫുൾ ലെങ്ത്തിൽ, ഈ ലെങ്ത്ത് മുഴുവൻ, സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് മുഴുവൻ ഫുള്ള് ഡബിൾ ക്രോഷ ചെയ്യണം. 2-3 ഡബിൾ ക്രോഷ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വൈറ്റ് ലൂപ്പിനെ റെഡിൽ കൂടെ ഇട്ടെടുത്തു, യാൺ ഓവർ ചെയ്തു. 2-3 ലൂപ്പ് വരും. അതിൽ ആദ്യത്തെ 2 ലൂപ്പ് എടുത്തു, പിന്നെ യാൺ ഓവർ ചെയ്തു, 2 ലൂപ്പ് എടുത്തു. അപ്പോൾ ഇനി ഒന്നുകൂടെ പറയാം. ആദ്യം സ്ലോ മോഷനിൽ കാണിക്കാം. ആദ്യം യാൺ ഓവർ ചെയ്യുന്നു, എന്നിട്ട് റെഡ് ലൂപ്പിനകത്തൂടെ ഇടുന്നു, റെഡ് യാണിനകത്തൂടെ ഇടുന്നു, ആ വൈറ്റ് യാണിനെ പുറത്തെടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ 3 ലൂപ്പ് വരും. യാൺ ഓവർ ആദ്യത്തെ 2 ലൂപ്പ്, യാൺ ഓവർ ബാക്കിയുള്ള 2 ലൂപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷ്. യാൺ ഓവർ എടുത്തു, റെഡ് യാണി അകത്തുകൂടെ എടുത്തു. ഇപ്പോൾ 3 ലൂപ്പ് വരും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? യാൺ ഓവർ ആദ്യത്തെ 2 ലൂപ്പ്, യാൺ ഓവർ സെക്കൻഡ് 2 ലൂപ്പ്, യാൺ ഓവർ റെഡ് യാണിനകത്തൂടെ എടുത്തു, വൈറ്റ് ലൂപ്പ് എടുക്കുന്നു. ഇനി യാൺ ഓവർ ആദ്യത്തെ 2, യാൺ ഓവർ സെക്കൻഡ് 2. ഇങ്ങനെ നമ്മൾ ലൂപ്പുകൾ കംപ്ലീറ്റ്, ഫുൾ ആ ലെങ്ത്ത് മുഴുവൻ നമ്മൾ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യും. ഇത് കട്ടി കുറഞ്ഞ യാണായതുകൊണ്ട് തന്നെ
ഇതിനകത്ത് വളരെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മൊബൈലോ കുഞ്ഞു പേഴ്സോ ഒക്കെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് കട്ടിയില്ലാത്ത യാണായതുകൊണ്ട് ഈ ബാഗ് അയഞ്ഞ് കിടക്കും. അതായത് നമ്മളകത്ത് ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല, വെറുതെ ക്രോഷേ ചെയ്തിട്ടുള്ള ബാഗ് മാത്രം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെയൊക്കെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി അകത്ത് ഒരു ലൈനിങ് ഒക്കെ കൊടുത്ത് വെള്ള തുണി കിട്ടും, അത് വാങ്ങിച്ച് അകത്തൊരു ലൈനിങ് കൊടുത്തിട്ട് ഈ ഒരു സ്ട്രാപ്പും ഒക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല അട്രാക്റ്റീവായിട്ട് കിട്ടും. ഇങ്ങനെ ഈ ഉണ്ടാക്കിയെടുത്ത ഈ സ്ട്രാപ്പ് നമ്മൾ അതിൽ വെച്ച് നമ്മൾ അതിനകത്ത് അറ്റാച്ച് ചെയ്തു. ഇനി ഇതിൽ വേണമെങ്കിൽ ഒരു ബട്ടൺ വയ്ക്കാം. ഇതുപോലുള്ള വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.